ॐ जडाधरं पाण्डुरङ्गं शूलहस्तं कृपानिधिं सर्वरोगहरं देवं दत्तात्रेयम् अहं भजेत्. ഗുരുപരമ്പരയ്ക്കും ശ്രീ പി കേശവൻ നമ്പൂതിരിക്കും പ്രണാമം. ശ്രീപാദ ശ്രീവല്ലഭ ചരിതാമൃതാകാരേണ ഗുരുദത്താത്രേയ ശ്രീപാദ ശ്രീവല്ലഭ പരബ്രഹ്മണേ നമഃ. അധ്യായം 13 ഭാഗം 2. 8 എന്ന സംഖ്യയുടെ വിവരണം. 8 എന്ന സംഖ്യ മായാസ്വരൂപമാണ്. ഇത് അനഘാമാതാവിൻ്റെ തത്വമാണ്. 8നെ 1 കൊണ്ട് ഗുണിച്ചാൽ 8, 8നെ 2 കൊണ്ട് ഗുണിച്ചാൽ 16. ഇതിൽ 1നോട് 6 കൂട്ടിയാൽ ഫലം 7 ആണ്. ഇത് 8നേക്കാൾ 1 കുറവാണ്. 8നെ 3 കൊണ്ട് ഗുണിച്ചാൽ ഫലം 24. 2ഉം 4ഉം കൂടി കൂട്ടിയാൽ 6. ഇത് 8നേക്കാൾ 2 കുറവാണ്. ഇപ്രകാരം 8നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലും 8ഓ അതിൽ കുറവോ ആയിരിക്കും അന്ത്യഫലം. ഇങ്ങനെ സൃഷ്ടിയിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ശക്തി തിരിച്ചെടുക്കുക എന്ന ധർമ്മം പ്രപഞ്ചമാതാവിൻ്റേതാണ്. ഏതു വ്യക്തിയെയും അയാൾ എത്ര വലിയവനായാലും അയാളുടെ വില കുറഞ്ഞ നിലയിൽ ലോകത്തിനു മുമ്പിൽ പ്രദർശിപ്പിക്കുവാൻ മായാസ്വരൂപിണിക്ക് കഴിയും. ശ്രീപാദ ശ്രീവല്ലഭൻ ഗായത്രി സ്വരൂപനാണ്. അദ്ദേഹം അനഘാദേവി സമേത ശ്രീദത്തനാണ്. അദ്ദേഹത്തെ മനോവാക് കർമ്മങ്ങൾ കൊണ്ട് ആരാധിക്കുന്നവർക്ക് സർവ്വ അഭീഷ്ടങ്ങളും സാധിക്കും. പ്രഭാതത്തിൽ ഹംസാരൂഢയായ ബ്രഹ്മീ ശക്തിയും മധ്യാഹ്നത്തിൽ ഗരുഡാരൂഢനായ വൈഷ്ണവീ ശക്തിയും സായംകാലത്ത് വൃഷഭാരൂഢനായ ശാംഭവീ ശക്തിയും ഗായത്രി മാതാവിൽ വസിക്കുന്നു. ഗായത്രി മന്ത്രാധിഷ്ഠിത ദേവത സവിതാദേവിയാണ്. ത്രേതായുഗത്തിൽ പീഠികാപുരത്ത് ഭരദ്വാജ മഹർഷി സവിതൃകാടക ചയനം ചെയ്തതിൻ്റെ ഫലമായി ശ്രീപാദ ശ്രീവല്ലഭൻ പീഠികാപുരത്ത് അവതരിച്ചു. സവിതാദേവത പ്രഭാവത്തിൽ സവിതാദേവത പ്രഭാതത്തിൽ ഋഗ്വേദ രൂപവും മധ്യാഹ്നത്തിൽ യജുർവേദ രൂപവും സായംകാലത്ത് സാമവേദ രൂപവും രാത്രികാലത്ത് അഥർവവേദ രൂപവും എടുക്കുന്നു. നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയുന്ന സൂര്യൻ കേവലം ഒരു പ്രതീകം മാത്രമാണ്. മഹോന്നത സ്ഥിതിയിലെത്തുന്ന യോഗികൾക്ക് ത്രികോണാകൃതിയിലുള്ള മഹാജാജ്വല ബ്രഹ്മയോനിയെ ദർശിക്കുവാൻ കഴിയും. അതിൽ നിന്ന് ഓരോ നിമിഷവും കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉത്ഭവിക്കുന്നു, സംരക്ഷിക്കപ്പെടുന്നു, നശിപ്പിക്കപ്പെടുന്നു. ഈ വിധത്തിൽ നിമിഷം പ്രതി സൃഷ്ടിസ്ഥിതി ലയങ്ങൾ നടക്കുന്നു. അസംഖ്യങ്ങളായ ഈ ഖഗോളങ്ങളുടെ സൃഷ്ടിസ്ഥിതി ലയങ്ങൾ നടത്തുന്ന സവിതാശക്തിക്ക് സാവിത്രി എന്ന് പേര്. എങ്ങനെയായാലും ഗായത്രിയും സാവിത്രിയും വേർപെടുത്താൻ കഴിയാത്ത സ്വരൂപങ്ങളാണ്. ശവങ്ങൾ ദഹിപ്പിക്കുന്ന അഗ്നിയെ ലോഹിത എന്ന് വിളിക്കുന്നു. ഭക്ഷണം പാകം ചെയ്യുവാൻ ഉപയോഗിക്കുന്ന അഗ്നിയെ രോഹിത എന്ന് വിളിക്കുന്നു. അതുപോലെ ലൗകിക അലൗകിക തലങ്ങളിൽ ഗായത്രി, സാവിത്രി എന്നീ മഹാശക്തികൾ വ്യവഹരിക്കുന്നു. ജീവരാശികളുടെ പരിണാമക്രമത്തിൽ ഇഹലോക സംബന്ധമായ പല സന്ദർഭങ്ങളുണ്ട്. അവയെല്ലാം സാവിത്രി മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് സാധിക്കുന്നു. ആധ്യാത്മികമായ ആവശ്യങ്ങൾ ഗായത്രി മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് സാധിക്കുന്നു. ഇഹലോകത്തിലെ സുഖഭോഗങ്ങളും പരലോകത്തിലെ വിമോചിതാവസ്ഥയിലെ ദിവ്യാനന്ദവും അനുഭവിക്കുവാൻ ഒരു സംയോജിപ്പിക്കൽ ആവശ്യമാണ്. ശ്രീപാദ ചരണങ്ങളെ ആശ്രയിക്കുന്നവർക്ക് രണ്ടും സിദ്ധിക്കുന്നു. ഇതാണ് മറ്റ് ദേവത ആരാധനകളും ശ്രീദത്ത ആരാധനയും തമ്മിലുള്ള വ്യത്യാസം. ശ്രീ ആനന്ദ ശർമ്മ മഹാശയൻ പറഞ്ഞതെല്ലാം എത്രയോ അപൂർവമായ കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞു, മഹാഭാഗ, അങ്ങ് വളരെ ധന്യനാണ്. ശ്രീപാദൻ ശ്രീ നരസിംഹ സരസ്വതിയായി അവതരിക്കുമെന്ന് കേട്ടു. ആ അവതാരത്തിൽ ശ്രീകൃഷ്ണ സരസ്വതിയെ ഗുരുവായി സ്വീകരിക്കുമെന്നും കേട്ടു. ഇത് എത്ര വിചിത്രമാണ്. ആനന്ദ ശർമ്മ തുടർന്നു, ഭക്തന്മാർക്ക് വേണ്ടിയാണ് ഭഗവാൻ അവതരിക്കുന്നത്. ഒരു മനുഷ്യരൂപം എടുക്കുന്ന ഭഗവാൻ ഉത്കൃഷ്ടനായ ഒരു മനുഷ്യൻ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് ചെയ്തു കാണിച്ച് പഠിപ്പിക്കുന്നു. സന്യാസാശ്രമത്തെ ഉദ്ധരിക്കുക ആവശ്യമായിരുന്നു. ഒരു സന്യാസിയാകണമെങ്കിൽ ഒരു ഗുരു ഉണ്ടായിരിക്കണം. ആ ഗുരു പൂർണ്ണ യോഗ്യത ഉള്ളവനായിരിക്കണം. ശരിയായ ഒരു അവതാരത്തിന് ഗുരുവാകാൻ വേണ്ട യോഗ്യതയുള്ള ഒരാൾ കോടി മനുഷ്യരുടെ ഇടയിൽ ഒരാൾ ഉണ്ടാകും. ഒരു അവതാര പുരുഷൻ ജനിക്കുന്ന കുടുംബത്തിലെ 80 തലമുറകൾക്ക് അതുകൊണ്ട് വിശേഷ പുണ്യം ലഭിക്കുന്നു. അതേവിധം അവതാര പുരുഷൻ്റെ ഗുരുവിൻ്റെ കുടുംബവും പരമപവിത്രത നേടുന്നു.
താടങ്കപുരത്തെ വാജപേയ യാജുല വംശത്തിൽ മായണാചാര്യൻ എന്ന ഒരു മഹത് വ്യക്തി ജനിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ശ്രീമതി. അവർ പുണ്യശാലികളായ ദമ്പതികളായിരുന്നു. കുറച്ചു കാലത്തിന് ശേഷം അവർ നന്ദികോട് കൂരു പ്രദേശത്തുള്ള മംഗളാപുരത്ത് താമസിച്ചു. അവർക്ക് മാധവൻ, സായണൻ, ഭോഗിനാഥൻ എന്ന 3 പുത്രന്മാർ ഉണ്ടായി. സനാതനധർമ്മത്തെ ഉദ്ധരിക്കുവാനായി മാധവൻ വിദ്യാരണ്യനായി. മഹാതപസ്വിയായ ബാപ്പന്നാര്യ സൂര്യമണ്ഡലത്തിൽ നിന്ന് ശക്തിയെടുത്ത് ശ്രീശൈല മല്ലികാർജുന ലിംഗത്തിൽ നിക്ഷേപിച്ചു. വാസ്തവത്തിൽ ശ്രീദത്തൻ്റെ ശ്രീചരണങ്ങൾ ശ്രീപർവ്വതത്തിൽ അവതരിച്ചു. ശ്രീപാദൻ്റെ ശ്രീചരണങ്ങൾ ശ്രീപർവ്വതത്തിൽ അവതരിച്ചത് എത്രയോ അത്ഭുത കാര്യമാണ്. പർവ്വതത്തിൻ്റെ പേര് ശ്രീ എന്നാണ്. ദത്തപ്രഭുവിൻ്റെ ചരണങ്ങൾ ശ്രീചരണങ്ങളാണ്. ഈ നവാവതാരത്തിന് ശ്രീപാദ ശ്രീവല്ലഭൻ എന്ന നാമം എത്രയോ യോജിച്ചതാണ്. ബാപ്പനാര്യയുടെ കുടുംബത്തിനും മായണാചാര്യയുടെ കുടുംബത്തിനും തമ്മിൽ എത്രയോ തലമുറകളായി ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. മല്ലാദി കുടുംബത്തിൽ ജനിക്കുന്ന ഒരു പെൺകുട്ടി വാജപേയ യാജുല കുടുംബത്തിൽ വധുവായി വരും. വാജപേയ യാജുല കുടുംബത്തിൽ ജനിക്കുന്ന പെൺകുട്ടി മല്ലാദി കുടുംബത്തിൽ വധുവായി വരും എന്ന് ജനങ്ങൾ തമാശയായി പറയാറുണ്ട്. എന്നാൽ ബാപ്പന്നാര്യ സുമതി മഹാറാണിയെ വാജപേയ യാജുല കുടുംബത്തിലേക്ക് കൊടുത്തില്ല. വിധിയുടെ പ്രേരണ കൊണ്ട് ദൈവനിശ്ചയം അനുസരിച്ച് ബാപ്പന്നാര്യ തൻ്റെ മകളെ ഖണ്ഡികോട അപ്പലരാജ ശർമ്മയ്ക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. ശ്രീപാദ ശ്രീവല്ലഭനായി ജനിച്ച സാക്ഷാൽ ദത്തപ്രഭു തൻ്റെ മാതാമഹൻ്റെ രക്തബന്ധം വീണ്ടെടുക്കാനായി മാധവാചാര്യനെ തന്നിലേക്ക് ആകർഷിച്ചു. മാധവാചാര്യൻ വിദ്യാരണ്യനായി പരിണമിച്ചു. അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ മലയാനന്ദൻ, അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ദേവതീർത്ഥൻ, അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ യാദവേന്ദ്ര സരസ്വതി, അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ കൃഷ്ണ സരസ്വതി. ശ്രീ വിദ്യാരണ്യനും ശ്രീകൃഷ്ണ സരസ്വതിക്കും ഇടയിൽ 3 പേരുണ്ട്. ശ്രീകൃഷ്ണ സരസ്വതിയായി അവതരിക്കുന്ന ശ്രീ വിദ്യാരണ്യൻ ശ്രീപാദൻ്റെ അടുത്ത അവതാരത്തിൽ അദ്ദേഹത്തിൻ്റെ ഗുരുവായി തീരും. ഭാവിയിൽ ശ്രീ വിദ്യാരണ്യൻ തൻ്റെ സഹോദരനായ സായണാചാര്യൻ്റെ കുടുംബത്തിൽ ഗോവിന്ദ ദീക്ഷിതൻ എന്ന നാമത്തിൽ ജനിക്കും. അദ്ദേഹം രാജർഷിയും തഞ്ചാവൂരിലെ മഹാമന്ത്രിയുമായി തീരും. ഇത് ശ്രീപാദൻ്റെ ദിവ്യപ്രഖ്യാപനമായിരുന്നു. ശ്രീപാദൻ എന്നും സത്യം മാത്രമേ പറയുകയുള്ളൂ. ഒരിക്കൽ സുമതി മഹാറാണി ശ്രീപാദനെ കുളിപ്പിക്കുകയായിരുന്നു. അപ്പോൾ വെങ്കടപ്പയ്യ ശ്രേഷ്ഠി അവിടെ വന്നു. അദ്ദേഹത്തോട് ശ്രീപാദൻ ചോദിച്ചു, മുത്തച്ഛ, നമ്മൾ മാർക്കണ്ഡേയ ഗോത്രമാണോ? അദ്ദേഹം മറുപടി പറഞ്ഞില്ല. ശ്രീപാദൻ്റെ മാധുര്യമൂറുന്ന വാക്കുകളും അവയുടെ ഗൂഢാർത്ഥവും ഓർത്തു ചിരിച്ചു. വാസ്തവത്തിൽ ശ്രീപാദൻ ഭാരദ്വാജ ഗോത്രത്തിലും വെങ്കടപ്പയ്യ ശ്രേഷ്ഠി മാർക്കണ്ഡേയ ഗോത്രത്തിലും പെട്ടവരായിരുന്നു. താൻ ശ്രേഷ്ഠിയുടെ ദൗഹിത്രൻ, അതായത് മകളുടെ മകൻ ആണെന്ന് സൂചിപ്പിച്ചാണ് ശ്രീപാദൻ അങ്ങനെ ചോദിച്ചത്. കുളി കഴിപ്പിച്ചതിന് ശേഷം സുമതി മാതാവ് കയ്യിൽ വെള്ളമെടുത്ത് ശ്രീപാദനെ ഒഴിഞ്ഞിട്ട് മാർക്കണ്ഡേയനെ പോലെ ആയുഷ്മാനായിരിക്കുക എന്ന് ആശീർവദിച്ചു. മാർക്കണ്ഡേയൻ്റെ ആയുസ് 16 വയസ്സ് മാത്രമായിരുന്നു. ശിവന്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹം ചിരഞ്ജീവിയായി. മാർക്കണ്ഡേയൻ 16 വർഷം മാത്രം മാതാപിതാക്കളുടെ കൂടെ ജീവിച്ചു. അതിനുശേഷം ചിരഞ്ജീവിയായി മഹർഷിയായി. ശ്രീപാദനും 16 വർഷം മാത്രം അച്ഛനമ്മമാരുടെ കൂടെ ജീവിച്ചു. അതിനുശേഷം ജഗദ്ഗുരുവായി. തൻ്റെ ശരീരം മറച്ചുവെക്കുമെന്നും തൻ്റെ ശരീരത്തിന് ചിരഞ്ജീവിത്വം ഉണ്ടെന്നും ഇപ്പോൾ കാണുന്ന ശ്രീപാദ രൂപത്തിൽ തന്നെയാണ് താൻ പണ്ട് അനസൂയയുടെയും അത്രയുടെയും പുത്രനായി അവതരിച്ചതെന്നും ശ്രീപാദൻ പലകുറി പറഞ്ഞിട്ടുണ്ട്. ശ്രീപാദൻ്റെ വിവിധ രൂപങ്ങൾ. ശ്രീപാദൻ തൻ്റെ യോഗശക്തികൾ ബഹിർമുഖമാക്കിക്കൊണ്ട് യോഗശക്തിയോടെ സ്ത്രീ രൂപത്തിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇത് എത്രയോ അപൂർവമായ കാര്യമാണ്. കുണ്ടലിനി ശക്തിയെ ഈ വിധത്തിൽ സ്ത്രീ സ്വരൂപത്തിൽ പുറത്തു കൊണ്ടുവരുവാൻ ശ്രീ ദത്തപ്രഭുവിന് മാത്രമേ കഴിയുകയുള്ളൂ. 16 വയസ്സുള്ള നവയൗവനമുള്ള ദമ്പതി രൂപത്തെ ബാപ്പനാര്യ, രാജമാംബ ശ്രീപാദൻ്റെ മാതാപിതാക്കൾ, നരസിംഹവർമ്മ ദമ്പതികൾ, വെങ്കടപ്പയ്യ ശ്രേഷ്ഠി ദമ്പതികൾ ഇവരും മറ്റു ചിലരും ദർശിച്ചു. അവരെ വിവാഹം കഴിപ്പിക്കുവാൻ ആഗ്രഹിച്ച ശ്രീപാദൻ്റെ മാതാപിതാക്കൾക്ക് നിരാശപ്പെടേണ്ടി വന്നു. ശ്രീപാദൻ അവധൂത രൂപത്തിൽ ആദ്യമായി സുമതി മാതാവിനെ കണ്ടപ്പോൾ ഒരു ദിവ്യ ദമ്പതി രൂപദർശനം അവർക്ക് നൽകാമെന്ന് സൂചിപ്പിച്ചിരുന്നു. അവധൂതൻ സുമതി മാതാവിനോട് പറഞ്ഞിരുന്നു, അമ്മേ, അവിടുത്തെ പുത്രൻ 16 സംവത്സരം നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങൾ അയാളെ വിവാഹം കഴിപ്പിക്കുവാൻ ആഗ്രഹിച്ചാൽ അയാൾ വീട് ഉപേക്ഷിച്ചു പോകും.
ശ്രീ അനഘാദത്തന്മാർ ആദി ദമ്പതികളാണ്. അവർക്ക് മരണമോ ജനനമോ ഇല്ല. അവർ എന്നും ലീലാവിഹാരികൾ ആയിരിക്കും. ശ്രീപാദ ശ്രീവല്ലഭനും ശ്രീ നരസിംഹ സരസ്വതിയും സ്വാമി സമർത്ഥനും അർദ്ധനാരീശ്വര രൂപികളായിരിക്കും. ഇത് ദൈവരഹസ്യമാണ്. മണ്ഡലകാല അർച്ചനയുടെ ഫലം. ശ്രീപാദ ശ്രീവല്ലഭ ചരിതാമൃത പാരായണ ഫലം. ശ്രീപാദൻ ഗണേശ ചതുർത്ഥി ദിവസം ജനിച്ചതിന് ഒരു പ്രത്യേക പ്രാധാന്യമുണ്ട്. ലാഭൻ ശ്രീ ഗണേശൻ്റെ പുത്രനാണ്. ഒരു കൽപ്പത്തിൽ ഒരു യുഗത്തിൽ ലാഭത മഹർഷി എന്ന പേരിൽ അദ്ദേഹം പ്രസിദ്ധനായിരുന്നു. ശ്രീകൃഷ്ണ അവതാരകാലത്ത് അദ്ദേഹം നന്ദനനായി ജനിച്ചിരുന്നു. ശ്രീപാദ അവതാരകാലത്ത് ലാഭൻ ശ്രീപാദൻ്റെ മാതാമഹനായി ജന്മമെടുത്തു. ഭക്തന്മാരുടെ എല്ലാ വിഘ്നങ്ങളെയും ഒഴിവാക്കാനായി ശ്രീപാദൻ തൻ്റെ ചൈതന്യത്തിൽ വിഘ്നേശ്വര തത്വത്തിൻ്റെ സ്ഥൈര്യത്തെ നിലനിർത്തിക്കൊണ്ടാണ് അവതാരമെടുത്തത്. അദ്ദേഹം ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചു. അതിൽ നിന്ന് 27ാമത് നക്ഷത്രമായ അത്തത്തിൽ കുരുവപുരത്ത് വെച്ച് അദ്ദേഹം അപ്രത്യക്ഷനായി. തങ്ങളുടെ ജാതകപ്രകാരം 9 നക്ഷത്രങ്ങളുടെ സഞ്ചാരം മൂലം ഉണ്ടാകുന്ന അനിഷ്ടഫലങ്ങൾ ഒഴിവാക്കുവാൻ ശ്രീപാദ ഭക്തന്മാർ ഒരു മണ്ഡലക്കാലം ഒരു വ്രതം എടുക്കണം. ഒരു മണ്ഡലക്കാലം ശ്രദ്ധാഭക്തികളോടെ ശ്രീപാദനെ അർച്ചിക്കുകയും അദ്ദേഹത്തിൻ്റെ ദിവ്യചരിത്രം പാരായണം ചെയ്യുകയും ചെയ്താൽ എല്ലാ അഭീഷ്ടങ്ങളും സിദ്ധിക്കും. മനോബുദ്ധി ചിത്താഹങ്കാരങ്ങൾ അവ ഓരോന്നിൻ്റെയും സ്പന്ദനങ്ങളും പ്രകമ്പനങ്ങളും 10 ദിശകളിലേക്കും പരത്തുന്നു. അവയുടെ പ്രകമ്പനങ്ങൾ വേറെ വേറെ 40 ദിശകളിലേക്ക് വ്യാപകമായി പരത്തുന്നു എന്നാണ് ഇതിന് അർത്ഥം. ഈ പ്രകമ്പനങ്ങളെല്ലാം തടയപ്പെടുകയും അവ ശ്രീപാദ ചൈതന്യത്തിലേക്ക് വ്യതിചലിക്കപ്പെടുകയും ചെയ്യുന്നു. അവിടെ അവ സംസ്കരിക്കപ്പെടുകയും യോഗ്യമായ സ്പന്ദനങ്ങളായി മാറ്റപ്പെട്ട് സാധകനിലേക്ക് തിരികെ എത്തുകയും ചെയ്യുന്നു. അപ്പോൾ സാധകൻ്റെ ധർമ്മബദ്ധമായ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കപ്പെടുകയും ചെയ്യുന്നു. എൻ്റെ കുട്ടി ശങ്കരഭട്ട്, താങ്കൾ ശ്രീപാദചരിതം എഴുതുമെന്ന് അന്തർദൃഷ്ടി കൊണ്ട് എനിക്ക് മനസ്സിലായി. ലോകത്തിൽ ഇപ്പോൾ കിട്ടുന്ന പാരായണ ഗ്രന്ഥങ്ങളിൽ പൊതുവെ രചയിതാവിൻ്റെ കുടുംബ വിവരങ്ങളും വിവിധ സ്തോത്രങ്ങളും ഉണ്ടായിരിക്കും. താങ്കൾ എഴുതുന്ന പ്രഭുവിൻ്റെ ചരിത്രത്തിൽ താങ്കളുടെ കുടുംബ വർണ്ണന ആവശ്യമില്ല. പ്രഭുവിനെ ധ്യാനിച്ച് ശ്രീപാദനെ അന്തർനേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ച് എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാകത്തക്ക വിധം ലളിതമായ ശൈലിയിൽ എഴുതുക. അപ്പോൾ ശ്രീപാദ ചൈതന്യത്തിൽ നിന്ന് താങ്കളുടെ തൂലികയിൽ കൂടി പുറത്തു വരുന്നതെല്ലാം സത്യം മാത്രമായി നിലകൊള്ളും. ഇത്തരത്തിലുള്ള പ്രേരണയാൽ രചിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങൾക്കും ഉച്ചരിക്കപ്പെടുന്ന മന്ത്രങ്ങൾക്കും വ്യാകരണ ഛന്ദശാസ്ത്ര നിയമങ്ങൾ നോക്കേണ്ടതില്ല. ദൈവസാക്ഷാത്കാരം ലഭിച്ച മഹാഭക്തരായ ചിലർ തങ്ങളുടെ നാട്ടുഭാഷയിൽ സാധാരണ വാക്കുകളിൽ സർവശക്തനെക്കുറിച്ച് സ്തോത്രങ്ങൾ രചിച്ചിട്ടുണ്ട്. അവർ സാധാരണ വ്യാകരണ നിയമങ്ങൾ ലംഘിച്ചിട്ടുണ്ട്. എങ്കിലും അവ അതേ വിധത്തിൽ ചൊല്ലേണ്ടതുണ്ട്. വ്യാകരണ നിയമം അനുസരിച്ച് മാറ്റം വരുത്തുകയാണെങ്കിൽ അവയ്ക്ക് ഉദ്ദിഷ്ടഫലം ലഭിക്കുകയില്ല. പ്രഭുവിൻ്റെ അനുഗ്രഹശക്തി അദ്ദേഹത്തെ സന്തുഷ്ടനാക്കിയ ഭക്തൻ്റെ വാക്കുകളിൽ നിൽക്കുകയും അദ്ദേഹം വരങ്ങൾ നൽകുകയും ചെയ്യുന്നു. ആ സ്തോത്രങ്ങൾ ആദ്യ വാക്കുകളിൽ നാം ചൊല്ലുമ്പോൾ നമ്മുടെ ചൈതന്യം പെട്ടെന്ന് ഭഗവത് ചൈതന്യത്തിൻ്റെ അടുത്ത് എത്തുന്നു. ഭഗവാൻ ഭാവപ്രിയനാണ്, ബാഹ്യപ്രിയനല്ല. ഭാവനയാണ് ശാശ്വതമായ ശക്തി. ഇത് എപ്പോഴും ഓർമ്മിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ശ്രീമാൻ, സദ്ഗുരുവിനെക്കുറിച്ച് ഭക്ഷണാനന്തരമുണ്ടായ സംഭാഷണം വളരെ സന്തോഷകരമായിരുന്നു. ശ്രീപാദ അവതാരത്തെക്കുറിച്ച് കുറച്ചു കാര്യങ്ങൾ കൂടി പറഞ്ഞു തന്ന് എന്നെ ചാരിതാർത്ഥനാക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ആനന്ദശർമ്മ ഇപ്രകാരം പറഞ്ഞു: ശ്രീപാദൻ മല്ലാതി വെങ്കടപ്പയ്യ ശ്രേഷ്ഠി വത്സവായി കുടുംബങ്ങളുമായി ഏറ്റവും അധികം അടുപ്പത്തിലാണ്. ഭാഷയിൽ കൂടി വിവരിക്കാൻ കഴിയാത്ത അത്ര ഋണാനുബന്ധവും ഉണ്ട്. ആ 3 കുടുംബങ്ങൾക്കും വളരെയധികം പുണ്യഫലം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ 3 കുടുംബങ്ങൾ നൽകുന്ന ദ്രവ്യമോ വസ്തുക്കളോ സ്വീകരിക്കാതിരിക്കുന്നത് അനർത്ഥഹേതുവാകുമെന്ന് ശ്രീപാദൻ അഭിപ്രായപ്പെട്ടത്. ശ്രീപാദൻ്റെ ഇഷ്ടമനുസരിച്ച് അപ്പലരാജ ശർമ്മയും സുമതി മഹാറാണിയും വിശേഷ ദിവസങ്ങളിൽ മാത്രമല്ല സാധാരണ ദിവസങ്ങളിലും ശങ്കയില്ലാതെ മല്ലാതി വെങ്കടപ്പയ്യ വത്സവായി ഗൃഹങ്ങളിലേക്ക് പോകുവാൻ തുടങ്ങി. ഒരു ആഘോഷ ദിവസം വെങ്കടപ്പയ്യ ശ്രേഷ്ഠി അപ്പലരാജ ശർമ്മ ദമ്പതികളെ അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിലേക്ക് ക്ഷണിച്ചു. ശ്രീ ശ്രേഷ്ഠി ശ്രീപാദനെ മടിയിലിരുത്തി ഒരു തൂക്കുകട്ടിലിൽ ഇരുന്ന് ആടുകയായിരുന്നു. അന്ന് അദ്ദേഹം വളരെ ഗൗരവത്തിലായിരുന്നു. അതിന് കാരണമുണ്ട്. പീഠികാപുരത്ത് പ്രസിദ്ധനായൊരു ജ്യോതിഷി ഉണ്ടായിരുന്നു. അയാൾ ജ്യോതിഷം പഠിച്ചത് ഒറീസയിൽ നിന്നായിരുന്നു. അയാളുടെ പ്രവചനങ്ങൾ ഒരിക്കലും തെറ്റിയിട്ടില്ല.
പ്രാണൻ പോകാനുള്ള സമയം അയാൾ കൃത്യമായി പറയും. ശ്രീ ശ്രേഷ്ഠി ഹൃദയ സംബന്ധമായ രോഗം മൂലം ഇന്ന ദിവസം ഇത്ര മണി ഇത്ര മിനിറ്റിന് മരിക്കുമെന്ന് അയാൾ പ്രവചിച്ചു. ചില ഔഷധസസ്യങ്ങളും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും പവിത്ര വൃക്ഷങ്ങളും യോഗപ്രക്രിയകളും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്ന് അയാൾ പറഞ്ഞു. താൻ ഒരു ഉത്കൃഷ്ട ഔഷധവും രക്ഷാകവചവും തന്ന് അപമൃത്യുദോഷം മാറ്റാം. അപ്പലരാജ ശർമ്മയെ മാറ്റി തന്നെ കുടുംബ പുരോഹിതനായി നിയമിക്കണം. ശ്രേഷ്ഠി ഈ നിർദ്ദേശത്തെ നിരാകരിച്ചു. തൻ്റെ പ്രവചനം തെറ്റാവുകയാണെങ്കിൽ താൻ തലമുണ്ടനം ചെയ്ത് പരസ്യമായി കഴുതപ്പുറത്ത് കയറി സഞ്ചരിക്കുമെന്ന് ആ ജ്യോതിഷി പ്രതിജ്ഞ ചെയ്തു. ഈ വിവരം അപ്പലരാജ ശർമ്മയോടും ബാപ്പൻ ആര്യയോടും ഉണർത്തിക്കപ്പെട്ടു. ജടിലമായ കണക്കുകൂട്ടലുകൾക്ക് ശേഷം ബാപ്പൻ ആര്യ അപമൃത്യു എന്ന ഭീഷണി ദൈവീക ശക്തിയുടെ ഇടപെടലിലൂടെ പരിഹരിക്കപ്പെടുമെന്ന് പറഞ്ഞു. അപ്പലരാജ ശർമ്മ കാലാഗ്നിശമനനെ പൂജിച്ച് തീർത്ഥം പ്രസാദമായി ശ്രേഷ്ഠിക്ക് കൊടുത്തു. സുമതി മാതാവ് പ്രസന്നമായ മുഖത്തോടെ തൻ്റെ അച്ഛൻ്റെ സഹോദരനായി താൻ കരുതുന്ന ശ്രീ ശ്രേഷ്ഠിയുടെ അടുത്തേക്ക് നീങ്ങി. ആ സമയത്ത് ശ്രേഷ്ഠിക്ക് ഹൃദയഭാഗത്ത് വേദനയുണ്ടായി. അദ്ദേഹം അമ്മേ എന്ന് നിലവിളിച്ചു. അടുത്ത് ഉണ്ടായിരുന്ന സുമതി മാതാവ് മകനെ എന്നെ വിളിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് തൻ്റെ ദിവ്യവും മംഗളകരവുമായ കൈകൊണ്ട് ശ്രേഷ്ഠിയുടെ ഹൃദയഭാഗത്ത് തൊട്ടു. ശ്രേഷ്ഠിയുടെ മടിയിൽ ഇരുന്നിരുന്ന ശ്രീപാദൻ ആക്രോശിച്ചു. പോ! ശ്രേഷ്ഠിയുടെ ഗൃഹത്തിൽ ഒരു പോത്തുണ്ടായിരുന്നു. പോത്തുടനെ ശക്തിയായി പിടഞ്ഞു. നിമിഷങ്ങൾക്കുള്ളിൽ അത് ചത്തുപോയി. ശ്രേഷ്ഠി രക്ഷിക്കപ്പെട്ടു. ഈ വാർത്ത ജ്യോതിഷിയിലേക്കെത്തി. അയാൾ ഉടനെ ശ്രേഷ്ഠിയുടെ ഗൃഹത്തിലേക്ക് ഓടിക്കിതച്ചെത്തി. തൻ്റെ മഹത്തായ പ്രവചനം ഇപ്രകാരം തെറ്റായി പോയതിൽ അയാൾ വളരെയധികം ദുഃഖിച്ചു. ശ്രീപാദൻ ജ്യോതിഷിയോട് പറഞ്ഞു, നിങ്ങളൊരു ജ്യോതിഷിയാണ്, സംശയമില്ല. നിങ്ങൾ വളരെയധികം പഠിച്ചു, ഞാൻ നിഷേധിക്കുന്നില്ല. എല്ലാ പ്രകാശങ്ങളിലും വെച്ച് ശ്രേഷ്ഠമായ പ്രകാശമായ ഞാൻ ഇവിടെ ഉള്ളപ്പോൾ ശ്രേഷ്ഠിക്ക് മരണഭയം ഉണ്ടാകേണ്ട കാര്യം എന്താണ്? നിങ്ങൾ തലമുണ്ടനം ചെയ്ത് കഴുതപ്പുറത്ത് കയറി സഞ്ചരിക്കേണ്ടതില്ല. നിങ്ങൾ പശ്ചാത്തപിച്ചാൽ മതി. നിങ്ങളുടെ അച്ഛൻ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ശ്രേഷ്ഠിയുടെ കയ്യിൽ നിന്ന് പണം കടം മേടിക്കുകയുണ്ടായി. കടം വീട്ടി എന്നയാൾ കള്ളം പറഞ്ഞു. ഗായത്രി ദേവിയുടെ മേൽ ആണയിട്ടാണ് ആ കള്ളം പറഞ്ഞത്. അതിൻ്റെ ഫലമായി അയാൾ ശ്രേഷ്ഠിയുടെ ഗൃഹത്തിൽ ഒരു പോത്തായി ജനിച്ചു. ശ്രേഷ്ഠിയുടെ ഉദാരത കൊണ്ട് അദ്ദേഹം ആ പോത്തിന് ധാരാളം തീറ്റി കൊടുത്തിരുന്നു. ഒരു താണജന്മം ഉണ്ടായ നിങ്ങളുടെ അച്ഛന് ഞാൻ ഉത്തമമായ ഒരു ജന്മം കൊടുത്തു. അപമൃത്യു ഉണ്ടാകേണ്ടിയിരുന്ന ശ്രേഷ്ഠിയുടെ കർമ്മഫലങ്ങളെ ഞാൻ പോത്തിലേക്ക് മാറ്റി. നിങ്ങൾ പോത്തിന് ശവസംസ്കാര ചടങ്ങുകൾ ചെയ്യുകയും അന്നദാനം നടത്തുകയും ചെയ്തുകൊള്ളൂ. നിങ്ങളുടെ അച്ഛൻ്റെ കർമ്മഫലങ്ങൾ നശിച്ചു. അയാൾക്ക് ഉത്തമമായ പദവി ലഭിക്കുകയും ചെയ്യും. ശ്രീപാദൻ്റെ വാക്കുകളെ അനുസരിച്ച് ആ ജ്യോതിഷി പ്രവർത്തിച്ചു. മകനെ ശങ്കരഭട്ട്, ശ്രീപാദൻ പലവിധത്തിൽ പ്രാണരക്ഷണം ചെയ്യുന്നു. ചില അവസരങ്ങളിൽ അടുത്ത ജന്മത്തിലെ ആയുസ് കുറയ്ക്കുകയും ഈ ജന്മത്തിലെ ആയുസ് കൂട്ടുകയും ചെയ്യുന്നു. ശ്രേഷ്ഠിയുടെ കാര്യത്തിൽ ചെയ്തതുപോലെ അദ്ദേഹത്തിന് ഒരു ജീവിയിൽ നിന്ന് മറ്റൊരു ജീവിയിലേക്ക് കർമ്മഫലം മാറ്റുവാനും കഴിയും. ഒരു അഭ്യുദയകാംക്ഷിയിൽ നിന്ന് കുറച്ച് ആയുസ് എടുത്ത് ഒരാളുടെ ആയുസ് കൂട്ടുവാനും കഴിയും. അസാധാരണമായ വിധത്തിൽ മൃത്യുവിനെ ശാസിച്ച് ഒരു വ്യക്തിക്ക് ജീവൻ കൊടുക്കുവാനും കഴിയും. ഒരു യോഗി വളർച്ചയെയും ഉപയോഗം കൊണ്ടുള്ള തേയ്മാനത്തെയും തടയുകയും പ്രാണശക്തിയെ തൻ്റെ നിയന്ത്രണത്തിൽ നിർത്തുകയും ചെയ്യുന്നു. ശ്രീപാദൻ ഒരു യോഗസമ്പൂർണ്ണ അവതാരമാണ്. അദ്ദേഹത്തിന് അസാധ്യമായി ഒന്നുമില്ല. ശ്വാസോച്ഛ്വാസഗതിയെ വിച്ഛേദിച്ചുകൊണ്ട് മുക്തി നേടുക എളുപ്പമാണ്. ഒരു ക്രിയായോഗി തൻ്റെ പ്രാണശക്തിയെ ദേഹത്തിലെ ആജ്ഞ, വിശുദ്ധ, അനാഹത, മണിപൂരക, സ്വാധിഷ്ഠാന, മൂലാധാര ചക്രങ്ങളിൽ കൂടി താഴേക്കും മുകളിലേക്കും അയക്കുന്നു. ഒരു ക്രിയയ്ക്ക് ആവശ്യമായ സമയം 1 വർഷത്തെ പ്രകൃതി സഹജമായ ആധ്യാത്മിക വികാസത്തിന് തുല്യമായ സമയമാണ്. മകനെ, ഒരു മുഴുവൻ ദിവസത്തിൻ്റെ 1/3 സമയം കൊണ്ട് 1000 ക്രിയകൾ വീതം 3 വർഷം ചെയ്തുവെങ്കിൽ 10 ലക്ഷം വർഷങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന പ്രകൃതി സഹജമായ ആത്മീയ വികാസം ലഭിക്കുന്നു. പുരാണങ്ങളിൽ അനേകായിരം വർഷങ്ങൾ തപസ്സു ചെയ്ത യോഗികളെക്കുറിച്ച് പറയുമ്പോൾ ആ വികാസ പ്രക്രിയയിൽ പ്രകൃതിക്ക് സ്വാഭാവികമായി വേണ്ടിവരുന്ന സമയത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ യോഗികൾ എടുക്കുന്ന സമയവും സ്വാഭാവികമായ വികാസത്തിന് വേണ്ടി വരുന്ന സമയവും വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കണം. ബ്രഹ്മാവ് ഓരോ ജീവിക്കും ഇത്ര ശ്വാസോച്ഛ്വാസത്തിന് എന്ന് നിശ്ചയിച്ച് ഓരോ ആയുസ് തരുന്നു. ബ്രഹ്മാവ് ഓരോരുത്തർക്കും ആയുസ് ഇത്ര വർഷം എന്ന് നിശ്ചയിക്കുന്നില്ല. ക്രോധം, ആവേശം മുതലായ നിഷേധാത്മക വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ ശ്വാസം ശക്തിയായി ചെലവഴിക്കപ്പെടുന്നു.
അപ്പോൾ ആയുസ് കുറയുന്നു. അസ്ഥിരമായ മനസ്സുള്ള കുരങ്ങ് കൂടുതൽ പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു. 300 വർഷം ജീവിക്കുന്ന ആമ ഒരു കുരങ്ങ് എടുക്കുന്നതിൻ്റെ 1/8 ശ്വാസമേ എടുക്കുന്നുള്ളൂ. ആനന്ദ ശർമ്മയുമായി ഉണ്ടായ സംഭാഷണം കൊണ്ട് എൻ്റെ അറിവ് വളരെ വർദ്ധിച്ചു. പിറ്റേന്ന് പ്രഭാത കർമ്മങ്ങൾക്ക് ശേഷം ആനന്ദ ശർമ്മയുടെ അനുവാദം വാങ്ങി ഞാൻ ശ്രീപാദ ശ്രീവല്ലഭ ദർശനത്തിനായി ഗുരുപുരത്തേക്ക് പുറപ്പെട്ടു. ശ്രീപാദരാജം ശരണം പ്രപദ്യേ.